സ്കോളർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ട്യൂഷൻ ഫീസ് കവർ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20 lakh വരെയുള്ള ട്യൂഷൻ ഫീസ് അതിൽ ഈ ഒരു സ്കോളർഷിപ്പ് ത്രൂ കവർ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 lakh rupees വരെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സ്കോളർഷിപ്പിന് പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളൊരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ഇപ്പം ഓപ്പൺ ആവാൻ പോവുകയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എങ്ങനെയാണ് നമുക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ബേസിക് എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. സോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ലാക്സ് ശിവദാസിനി ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് 2025 പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസിന് അവരുടെ മാസ്റ്റേഴ്സ് എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ബേസിക്കലി ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ട്യൂഷൻ ഫീസ് കവർ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20 lakh വരെയുള്ള ട്യൂഷൻ ഫീസ് അതിൽ ഈ ഒരു സ്കോളർഷിപ്പ് ത്രൂ കവർ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 lakh rupees വരെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, അതിന് ഒരു 1 way റൂട്ട് ട്രാവൽ എക്സ്പെൻസ് ആണ് മെയിനായിട്ട് കവർ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 50,000 വരെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതും കൂടാണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിൽ, അതായത് ലാക്സ് ശിവദാസിനി ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്, ഇതിന് നമ്മൾ ഷോർട്ടായിട്ട് ലാക്സ് സ്കോളർഷിപ്പ് എന്നാട്ടോ പറയാം. സോ ഈ ഒരു സ്കോളർഷിപ്പ് ത്രൂ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസ്, ട്രാവൽ അലോവൻസ്, അതുകൂടാണ്ട് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസും. സോ ബേസിക്കായിട്ട് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. ഇനി നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, അതായത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത് അപ്ലിക്കൻറ്റിന് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന ആൾ ഇന്ത്യയിലായിരിക്കണം അവർ നിൽക്കുന്നത്. അതായത് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ്റെ സമയത്തെങ്കിലും അവർ ഇന്ത്യൻ റെസിഡൻസ് ആയിരിക്കണം. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇതിന് അപ്ലിക്കേഷനുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളുമാണ്. സോ അതായത് January 1, 1995 അതിന് ശേഷമോ ജനിച്ചവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് മെയിനായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 years ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മൂന്നാമത്തത്, ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു അപ്ലിക്കൻറ്റിന് നമ്മുടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഡിഗ്രി മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതായത് അവരുടെ ബാച്ചിലേഴ്സ് അവർ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തവരായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു അപ്ലിക്കൻ്റ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതായത് എബ്രോഡിൽ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഒരു ഓഫർ ലെറ്റർ വേണം. ഓക്കെ, അതാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പുറത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് ആ കോഴ്സ് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ വേണം നമുക്കിതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അത് നാലാമത്തെ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അഞ്ചാമത്തെ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്, ഈ അപ്ലിക്കൻറ്റിന് മിനിമം അക്കാഡമിക് ഗ്രേഡ് അത് റിക്വയർഡാണ്. അത് എത്രയാണ് CGP കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇവിടെ പറയുന്നത് അപ്ലിക്കൻറ്റിന് ഒരു മിനിമം അക്കാഡമിക് ഗ്രേഡ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അപ്ലിക്കൻറ്റിന് മസ്റ്റായിട്ടൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് IELTS അല്ലെങ്കിൽ DET അല്ലെങ്കിൽ PT പോലുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് എൻട്രി റിക്വയർമെൻ്റ് ആയിട്ട്
പറയുന്നത് കേട്ടോ. അതായത് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു ഇൻലാക് സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ഈ ഒരു ഫെബ്രുവരി 14th 2025 അപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ്. എന്നിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31, 2025 12 മണി PM. ഓക്കെ, അത്രയും ടൈം വരെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിട്ട് 14 ഫെബ്രുവരി 2025 തൊട്ടിട്ട് 31 മാർച്ച് 2025 വരെയാണ് കേട്ടോ ടൈം വരുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ള കാര്യം, ഈ ഒരു സ്കോളർഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു കോഴ്സ് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യണ കോഴ്സിന് 9 month ഡ്യൂറേഷൻ ആയിക്കോട്ടെ, അത് തൊട്ടിട്ട് 4 വർഷം വരെ എടുക്കുന്ന കോഴ്സുകളായിക്കോട്ടെ. സോ ഈ ഒരു കൈൻഡ് ഓഫ് ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾക്ക് നിങ്ങൾ ഓൾറെഡി ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ കിട്ടിയ ആൾക്കാരാണ്. അതിന് ഉപരിയായിട്ട് നിങ്ങളുടെ ഈ ഒരു എൻട്രി റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്കോളർഷിപ്പിന് അപ്പിയർ ചെയ്യാം. ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളതും കൂടെ നോക്കാം. അതായത് നിങ്ങളിപ്പം ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ UG സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ലോ, ഫൈൻ ആർട്സ്, ആർക്കിടെക്ചർ ഇതുപോലുള്ള റിലേറ്റഡ് സബ്ജക്ട്സിലാണ് നിങ്ങളുടെ UG കഴിഞ്ഞതെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കൻസിന് മസ്റ്റായിട്ടും ഒരു മിനിമം അക്കാഡമിക് ഗ്രേഡ് ഓഫ് 65% എങ്കിലും ഉണ്ടാവണം. അത് നമ്മളിപ്പോൾ ഒരു CGPA കണക്കിൽ പറയാനാണെങ്കിൽ 6.8 CGPA ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ GPAയിലാണ് എന്താ പറയുക അക്കാഡമിക് ഗ്രേഡിംഗ് സിസ്റ്റം എങ്കിൽ 4ൽ 2.6 GPA എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ല, നിങ്ങളുടെ UG അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഒരു മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലായിരുന്നു, അല്ലെങ്കിൽ സയൻസ്, എൻവയോൺമെൻറ്റ് അതുപോലുള്ള റിലേറ്റഡ് സബ്ജക്ട്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അക്കാഡമിക് ഗ്രേഡ് 70% എങ്കിലും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ CGPA 7.2 ഔട്ട് ഓഫ് 10 ഉണ്ടാകണം. അതല്ലാണ്ട് ഇനിയിപ്പോൾ ഒരു GPA കണക്കിലാണെങ്കിൽ ഔട്ട് ഓഫ് 4ൽ നിങ്ങൾക്ക് 3 എങ്കിലും ഉണ്ടാകണം. സോ ഇതാണ് നമ്മുടെ അക്കാഡമിക് എന്താ പറയുക മിനിമം റിക്വയർമെൻറ്റ്സ് വരുന്നത്. ബോത്ത് സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ലോ, ഫൈൻ ആർട്സ്, ആർക്കിടെക്ചർ പോലുള്ള സബ്ജക്ട്സിലും. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത് സയൻസ്, മാത്തമാറ്റിക്സ്, എൻവയോൺമെൻറ്റ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലുള്ള CGPA അല്ലെങ്കിൽ പെർസെൻറ്റേജ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ലാത്തവർ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തത് വരുന്നത് ഓൾറെഡി ഒരു അപ്ലിക്കൻറ്റിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ അതിൽ തന്നെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഒരു അബ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ പറയുന്ന ഇൻലാക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. അതാണ് ഒന്നാമത്തെ കാര്യം വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഒരു അപ്ലിക്കൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഒരു അബ്രോഡായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് അവർ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി അവർ അബ്രോഡിൽ എത്തിയിട്ട് അവർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇങ്ങനെയുള്ളവർക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ എക്സ്ക്ലൂഷൻ വരുന്നത്, അതായത് ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലൊക്കെയാണ് നിങ്ങളെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളിലും ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഇല്ല. അതായത് ആദ്യം വരുന്നത് ബിസിനസ് ആൻഡ് ഫൈനാൻസ്, രണ്ടാമത്തത് കമ്പ്യൂട്ടർ സയൻസ്, മൂന്നാമത്തത് എഞ്ചിനീയറിംഗ്, നാലാമത്തത് ഫാഷൻ ഡിസൈൻ, അഞ്ചാമത്തത് ഫിലിം ആൻഡ് ഫിലിം ആനിമേഷൻ, ആറാമത്തത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, ഏഴാമത്തത് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, എട്ടാമത്തത് മെഡിസിൻ, ഡെൻറ്റിസ്ട്രി ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ്, ഒമ്പതാമത്തത് മ്യൂസിക്. അപ്പോൾ ഇത്രയും ഏരിയാസ് ഓഫ് സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഇത്രയും ഏരിയാസ് ഓഫ് ഫീൽഡ്സിലാണ് നിങ്ങളുടെ PG അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓൾറെഡി ഓഫർ ലെറ്ററൊക്കെ കിട്ടിയ ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ അടുത്തൊരു എക്സ്ക്ലൂഷൻ വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് ആപ്ലിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, മാക്സിമം 30 years ഓഫ് ഏജ് ആയിരിക്കണം നിങ്ങളുടെ അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ആ ഒരു കേസും കൂടിയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഏകദേശം ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഈ ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ള കാര്യം കേട്ടോ.
അതായത് ഏകദേശം 500 സ്കോളേഴ്സിനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് വൺസ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 500 സ്കോളേഴ്സിനെയാണ് മെയിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ 500 സ്കോളേഴ്സിന് ത്രൂ ഔട്ട് UK-ലോ യൂറോപ്പിലോ അമേരിക്കയിലോ അവരുടെ ഡ്രീം കോഴ്സ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിൽ. അപ്പം എമംഗ് ദി അപ്ലിക്കൻസ് ഒരു ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻ 500 സ്കോളേഴ്സിനാണ് ഇങ്ങനെ ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിൽ അവരുടെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഓക്കെ, അപ്പം ഇൻലാക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻലാക് ശിവദാസിനി ഫൗണ്ടേഷനാണ്. സോ ഇത് ആക്ച്വലി ഇൻലാക് ശിവദാസിനി ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നാണ്, അതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് ഇൻലാക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ February 14 ഈ ഒരു സ്കോളർഷിപ്പ് പോർട്ടൽ ഓപ്പൺ ആവുന്നത്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തീർച്ചയായും അപ്ലൈ ചെയ്യാം. വൺസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.